നമസ്കാരം. ഇന്ന് 2024 ജൂൺ 10 തിങ്കൾ. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. ജനങ്ങളുടെ മൂക്കുകയറി വീണ്ടും മോദി ഭരണം. കാലചക്രം കറങ്ങി തിരിഞ്ഞിരിക്കുന്നു. 56 ഇഞ്ച് നെഞ്ചളവിന്റെ ധിക്കാരവും മസിൽ പവറുമെല്ലാം കാണിച്ച് അലറിയാർത്തവർ നിശബ്ദരായി. ദുർബലരായി ഭരണത്തിന്റെ മറ്റൊരു ഘട്ടം തുടങ്ങിയിരിക്കുകയാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ TDPയും നിതീഷ് കുമാറിന്റെ JDUവും നൽകുന്ന പിന്തുണയുടെ പിൻബലത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി NDAയുടെ 3ാം സർക്കാർ ഞായറാഴ്ച അധികാരമേറ്റു. ഒരിടക്കാല ഭരണമാണിതെന്ന നിരീക്ഷണമുള്ളതുപോലെ ഭരണം നിലനിർത്താൻ BJP എന്ത് ഹീനമാർഗവും കളിക്കുമെന്ന അഭിപ്രായവും ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. സഖ്യകക്ഷികളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയും പിളർത്തിയും ആ പാർട്ടികളെ വിഴുങ്ങുന്ന പരിപാടികൾ ആവർത്തിച്ചേക്കാം. എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ സർക്കാരിന്റെ ആയുസ് നിശ്ചയിക്കുക നായിഡുവും നിതീഷ് കുമാറുമായിരിക്കുമെന്ന് ഏതാണ്ട് വ്യക്തമാണ്. ഭരണത്തിന്റെ രൂപഭദ്രത അപകടത്തിലാണെന്ന് ചുരുക്കം. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായി. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ജനങ്ങളുടെ ശക്തിയേറിയ പ്രഹരത്തിൽ തകർന്ന BJPക്ക് പഴയ കളികൾ അതേപടി ആവർത്തിക്കാനാകില്ല. എന്നും നിലനിൽക്കുമെന്ന വിചാരത്തോടെ സകല തോന്നിയാസങ്ങളും തിന്മകളും കാട്ടിക്കൂട്ടിയ BJPയെ നേരിടാൻ ഇത്തവണ പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമുണ്ടെന്നത് രാജ്യത്തിനും ജനങ്ങൾക്കും ആശ്വാസം പകരുന്നു. മോദിയുടെ ഏകാധിപത്യ നടപടികൾ ഇനി എളുപ്പമാകില്ല. ഈ ഭൂമിയിൽ മനുഷ്യന് 10,000 ദുരിതങ്ങളുണ്ട്. എങ്കിലും സ്വാതന്ത്ര്യത്തിന്റെ നഷ്ടമാണ് ഏറ്റവും വലിയ ദുരിതം. വിയറ്റ്നാം വിപ്ലവകാരി ഹോച്ചിമിൻ തടവറയിൽ നിന്ന് എഴുതിയതാണ് ഈ വരികൾ. അതെ, ഈ വിലപ്പെട്ട സ്വാതന്ത്ര്യവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ജനങ്ങൾ ആവുന്നത്ര പൊരുതിയിട്ടുണ്ട്. പാർലമെന്റിൽ ആ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ പ്രധാന ഉത്തരവാദിത്വമാണ്. BJP അതിന്റെ ജനാധിപത്യ നാട്യങ്ങൾ പാടെ ഉപേക്ഷിച്ച സംഘപരിവാർ വിഷസർപ്പങ്ങൾ പത്തിവിടർത്തിയാടിയ 10 വർഷമാണ് കടന്നുപോയത്. നാട്യങ്ങൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മതരാഷ്ട്രവാദം ശക്തിയായി പുറത്തെടുത്ത് ഹിന്ദുത്വ അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കി വരികയായിരുന്നു. ആധുനിക രാഷ്ട്രമെന്ന നിലയിലുള്ള ഇന്ത്യയുടെ നിലനിൽപ്പിനെ നാടിന്റെ ഹൃദയത്തെ കുത്തിപ്പിളർന്ന് ജനങ്ങളെ ചേരിതിരിക്കാൻ എത്രയെത്ര വർഗീയ അജണ്ടകൾ അവർ നടപ്പാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടന അട്ടിമറിച്ച ഹിന്ദുത്വ രാഷ്ട്രം പ്രഖ്യാപിക്കുകയായിരുന്നു ലക്ഷ്യം. അതിന് ജനങ്ങൾ തടയിട്ടു. BJPക്ക് 3/2 ഭൂരിപക്ഷം പോയിട്ട് കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല. ഭരണഘടനയോടുള്ള ജനങ്ങളുടെ സമർപ്പണമാണ് വെളിപ്പെടുന്നത്. ഭരണഘടനയുടെ ബലം കുടികൊള്ളുന്നത് അതിനെ പ്രതിരോധിക്കാനുള്ള ജനങ്ങളുടെ നെഞ്ചൂക്കിലാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറയുകയുണ്ടായി. ഇപ്പോഴിതാ ഇന്ത്യൻ ജനത അവരുടെ ഭരണഘടന സംരക്ഷിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി എന്നാൽ ദൈവത്തിന്റെ ആൾപ്പേരാണെന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ജനങ്ങൾ അതൊക്കെ തള്ളി. ക്ഷോഭിച്ചിളകിയ ജനവികാരം കൊണ്ട് വേലിയേറ്റമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. BJPക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം കിട്ടാതിരുന്നത് അതുകൊണ്ടാണ്. ജനങ്ങളെ ഈ രൂപത്തിൽ അണിനിരത്തിയതിൽ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് ചരിത്രത്തിൽ എന്നെന്നും തിളങ്ങി നിൽക്കും. തൊഴിലാളികളുടെയും കർഷകരുടെയും എല്ലാം ധീരോജ്വല പോരാട്ടങ്ങളിലൂടെ ജനങ്ങളുടെ ഐക്യം വളർത്താൻ മുൻനിന്നത് ഇടതുപക്ഷമാണ്. അധികാരത്തിലേറിയ ഫാസിസ്റ്റ് ശക്തികളെ കീഴ്പ്പെടുത്തുന്നതിനും അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിനും പരമപ്രധാനം എല്ലാ മേഖലയിലും അതിനെതിരായ ഐക്യം കെട്ടിപ്പടുക്കലാണ്. ഇന്ത്യ കൂട്ടായ്മയുടെ രൂപീകരണത്തിൽ ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം ഇതായിരുന്നു. ഒരു പരിധിവരെ അത് സാധിച്ചു. BJPയുടെ സീറ്റെണ്ണം കുറഞ്ഞത് അക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. പുതിയ സാഹചര്യത്തിലും രാജ്യത്തെ ഇടതുപക്ഷ പുരോഗമന ശക്തികളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. സാമ്രാജ്യത്വത്തോട് വിധേയത്വം പ്രഖ്യാപിച്ചും നവ ഉദാര സാമ്പത്തിക നയമടക്കമുള്ള വലതുപക്ഷ നയങ്ങൾ നടപ്പാക്കി തന്നെയുമാകും മോദി സർക്കാർ 3ാം വട്ടവും മുന്നോട്ടു പോകുക. കോർപ്പറേറ്റുകൾക്ക് രക്ഷാപദ്ധതിയും സാധാരണ ജനങ്ങൾക്ക് ദുരിതവുമാണ് അവർ സമ്മാനിക്കുക. പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടിയായ കോൺഗ്രസിനും ഇതിനോട് വലിയ വിയോജിപ്പുകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ജനകീയ ശക്തിയെ അഴിച്ചുവിട്ട് ഫാസിസ്റ്റ് നീക്കങ്ങൾക്കും വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾക്കുമെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ വേണ്ടിവരും. മോദി സർക്കാരിന്റെ ആഗോളവൽക്കരണ നയങ്ങൾ സൃഷ്ടിച്ച ജീവിത ദുരിതത്തിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ജനവിധിയിൽ പ്രതിഫലിച്ചത്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ബദൽ നയങ്ങൾക്കായി പൊരുതാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ കൂട്ടായ്മയ്ക്കുണ്ട്. അതിലൂടെ മാത്രമേ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. ജനങ്ങളുടെ സർഗശക്തിയെയും പ്രതികരണശേഷിയും വിസ്ഫോടകമായ തലത്തിൽ വികസിപ്പിച്ചു മുന്നേറാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ ആരൂഢം ഉറച്ചു നിൽക്കുന്ന മതനിരപേക്ഷത കാക്കുന്നതിനും ഇടതുപക്ഷത്തിനെ കഴിയും. ഇന്ത്യ എന്ന രാജ്യം ജാതിമത ഭേദമന്യേ എല്ലാവരുടേതുമാണെന്ന
പൊതുബോധം വളർത്തി എല്ലാ മനുഷ്യരെയും കണ്ണു ചേർത്ത് പോർനിര ഉയർത്താൻ ഇടതുപക്ഷം മുന്നിലുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് ഇടതുപക്ഷത്തിന്റെ ചരിത്ര ദൗത്യമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിലോമകാരിയായ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ വീണ്ടും അധികാരമേറുമ്പോൾ ഇന്ത്യയായി നിലനിർത്താൻ, നമ്മുടെ വൈവിധ്യങ്ങളുടെ കരുത്ത് സംരക്ഷിക്കാൻ എല്ലാ ഇന്ത്യക്കാരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.